വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച സംസ്ഥാനത്തൊട്ടാകെ ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കും. 24 മണിക്കൂർ കടയടപ്പ് സമരത്തിൽ ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യാപാരികളും വ്യവസായികളും പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച സംസ്ഥാനത്തൊട്ടാകെ ഹോട്ടലുകൾ അടച്ചിടും. വാണിജ്യ സിലിണ്ടറുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഏതാണ്ട് 993 രൂപ വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും ഭക്ഷണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അതിനോടൊപ്പം പ്രതിഷേധിക്കുന്നു. അതിന്റെ ഭാഗമായി കായംകുളത്ത് മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിൽ സംബന്ധിക്കുന്നു. എല്ലാ ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിലുള്ള എല്ലാവരും ഇതിൽ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം നാളെ തീർക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ രാവിലെ കായംകുളത്ത് ടൗൺ ചുറ്റി പ്രകടനം നടത്തിയിട്ട് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നമ്മൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ശരിക്കും ഇത് പൊതുജനത്തിന്റെ മേലിലാണ് ഗവൺമെന്റ് ഏറ്റവും വലിയൊരു ജനദ്രോഹ പരിപാടിയാണ് ഇപ്പോൾ നടന്നത്. ഇതിൽ ശരിക്കും ഹോട്ടലുകാരല്ല മുഴുവൻ ജനങ്ങളെ ഇതിൽ പ്രതിഷേധം സൃഷ്ടിക്കണം. കാരണം ഒരു ദിവസം 1 കോടി ജനങ്ങളാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഈ 1 കോടി ജനങ്ങളുടെ മേലിലാണ് ഈ അമിതഭാരം ചുമത്തപ്പെടുന്നത്. ഞങ്ങൾക്ക് നിലനിൽപ്പില്ല സത്യത്തിൽ. ഇത്തരത്തിൽ മുന്നോട്ട് പോയ ഡെയിലി നിത്യോപയോഗ സാധനങ്ങളുടെ പൊതുവിപണിയിലുണ്ടാകുന്ന ഓരോ വേരിയേഷനും ആദ്യം പ്രതികൂലമായി ബാധിക്കുന്ന ഹോട്ടൽ മേഖലയാണ്. കാരണം ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ ഇന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ 150 രൂപയാണ്. ഇന്നലെ 100 വാങ്ങിച്ചാണ് അത് ആദ്യം പ്രതികൂലമായി ബാധിക്കുന്ന ഹോട്ടൽ മേഖല. അതുപോലെ തന്നെ ഫിഷ് ആണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറികളാണെങ്കിലും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന ഹോട്ടൽ മേഖല ആയതുകൊണ്ട് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഏറ്റവും വലിയ സാഹചര്യമാണ്. ഇന്ന് കേരളത്തിൽ 1 കോടി ജനങ്ങളാണ് വീട് വിട്ടാൽ വീടായി ഹോട്ടലുകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 10 ലക്ഷത്തോളം ആളുകളാണ് ഈ മേഖലയിൽ നിന്ന് തൊഴിൽ പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ മേഖലയായി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു മൊത്തത്തിലൊരു സ്തംഭനാവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരു ചെറുകിട ഹോട്ടലുകാരൻ ഞാനിപ്പോൾ അവരുമായിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇനി കട തുറക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ പറയും 3500 രൂപ ഒപ്പിക്കണ പുള്ളി 2 ദിവസം കച്ചവടം ചെയ്യണം. ആഴ്ച 1 കുറ്റി ഗ്യാസ് വേണം. അപ്പോൾ പുള്ളിക്ക് ഇതുകൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് അങ്ങനെ ധാരാളം ചെറുകിട സ്ഥാപനങ്ങളെല്ലാം അടച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ സഹചുമതലയുള്ള ബഹുമാന്യനായ നമ്മുടെ കേരളത്തിന്റെ മന്ത്രി ബഹുമാന്യനായ സുരേഷ് ഗോപി അവர்களுക്കും അദ്ദേഹമായിട്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന് ഇത്രയും ഓവർ ചെയ്തു. എന്നാൽ ഒരു 8 വർഷം മുമ്പ് വന്ന ആ ഓയിലിന്റെ ബാരലിന്റെ റേറ്റ് പോലും ഇപ്പം വന്നിട്ടില്ല. പക്ഷെ അതിന്റെ 3 ഇരട്ടി വിലവർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അപ്പം സർക്കാർ തന്നെ ജനങ്ങളെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയും. ഇതിപ്പോ ഒരു തുടക്കമാണ് ഈ സമരം. ഇനി ശേഷം എല്ലാ കൂടിയാലോചനയ്ക്ക് ശേഷം സംയുക്തമായിട്ട് ജില്ലാ തലത്തിൽ നാളെ തന്നെ പാസ്പോർട്ട് ഓഫീസ് ഉപരോധം തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളക്ടറേറ്റ് ഉപരോധം, ഇതുപോലെ പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂർ കടയെടുപ്പ് സമരത്തിൽ ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യാപാരികളും വ്യവസായികളും പങ്കെടുക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം ഏരിയ പ്രസിഡന്റ് SK നസീറും സെക്രട്ടറി സത്താർ നൂറുദ്ദീനും പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ താക്കീതാകുന്ന സമരം പൊതുജനങ്ങളും ഏറ്റെടുക്കണമെന്നും ഇരുവരും പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.